ഹിമാചൽ പ്രദേശിൽ നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുന്നുണ്ടാവും. അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. രാജ്യസഭാ ഇലക്ഷൻ വന്നപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ അഭിഷേക് മനു സിംഗ്വിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അവിടെ തീരുമാനിക്കുന്നു. പക്ഷേ അദ്ദേഹം തോറ്റുപോവുകയാണ്. ജയിക്കാമായിരുന്ന ഉറപ്പുണ്ടായിരുന്ന ഒരു സീറ്റിൽ ഞാൻ ജയിച്ചു വരുമെന്ന് പറഞ്ഞ് പാർട്ടി നടത്തിയിട്ടാണ് അദ്ദേഹം പോകുന്നത് തലേദിവസം. പക്ഷേ തോറ്റുപോയി. 6 കോൺഗ്രസ് MLA ക്രോസ് വോട്ട് ചെയ്ത് കളഞ്ഞു. എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്നൊരു പ്രതിസന്ധി രൂപപ്പെടുകയും ഞങ്ങൾ ഈ സർക്കാരിനെ താഴെ വീഴ്ത്താൻ പോവുകയാണ്, മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കൂട്ടം വിമതർ വളരെ പെട്ടെന്ന് രംഗത്ത് വരികയും കോൺഗ്രസിനകത്ത് ആകെ അങ്കലാപ്പിലായി പോവുകയും ചെയ്തു. പക്ഷേ 15 BJP MLA ബഹളത്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നാടകീയമായ ആ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭരണ പ്രതിസന്ധി പൂർണ്ണമായി ഒഴിഞ്ഞോന്നറിയില്ല. BJP അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ ഉള്ള അവകാശവാദം BJP ക്യാമ്പിൽ നിന്ന് പുറത്തു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാവുന്ന ഒന്നാമത് വളരെ അവശേഷിക്കുന്ന അപൂർവം തുരുത്തുകളിലൊന്നും നഷ്ടപ്പെടാൻ പോകുന്നുണ്ടോ? മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ കൂറുമാറി കോൺഗ്രസിനെ വീഴ്ത്തുക എന്നത് രാജ്യത്താകമാനം ഉണ്ടാക്കുന്ന ഒരു ഇമേജ്, ഒരു പ്രശ്നമാണ്. അങ്ങനെ പലതരം പ്രതിസന്ധികൾ കോൺഗ്രസിനെ ഈ കാര്യത്തിൽ ഇപ്പോൾ വലയ്ക്കുന്നുണ്ട്. എന്താണ് ജിംസ് ഈ ഹിമാചൽ പ്രദേശിൽ സംഭവിക്കുന്നത്? കോൺഗ്രസിന് അത് ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ? അല്ല, DK ശിവകുമാർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് ട്രബിൾ ഷൂട്ടറായിട്ട് AICC നിയമിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമുക്കറിയാലോ, ഉത്തരേന്ത്യയിൽ എന്ന് വെച്ചാൽ ഇന്ന് കോൺഗ്രസ് സീറ്റിൽ ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുന്ന ആൾ ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾ BJP സീറ്റിലായിരിക്കും. അതങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയോളജിയുടെ പേരിൽ പാർട്ടിയിൽ ചേരുകയോ ഇലക്ഷൻ മത്സരിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല അവിടെ ഉള്ളവർ. അപ്പോൾ അവിടെ ഇപ്പം ഇന്ന് ഈ ക്രോസ് വോട്ട് ചെയ്തൊരു MLA ഇന്ന് ഈ ബഡ്ജറ്റ് സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അസംബ്ലിയിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ മയക്ക് വയ്ക്കുന്നത്, നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലാണെന്ന് ചോദിക്കുമ്പോൾ BJP കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ആളാണ്, ഞാൻ BJPയിലാണെന്ന് വിളിച്ചു പറയുകയാണ്. അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്താണ് അയോഗ്യനാകാവുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ അയോഗ്യരാക്കപ്പെടും. ഇപ്പോൾ ക്രോസ് വോട്ട് ചെയ്ത ആളുകളെ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം കുറയും. അവിടെ കുറയുന്നുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ബഡ്ജറ്റ് പാസ്സായത് തന്നെ നിഷാ പറഞ്ഞ പോലെ മിനിഞ്ഞാന്ന് ഈ ബഹളം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ 15 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ബഡ്ജറ്റ് പാസ്സായത്. അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് പ്രശ്നമായനെ. ഇപ്പോൾ ഈ നിലവിലുള്ള സർക്കാർ ഒരു മൈനോറിറ്റി സർക്കാരാണെന്ന് ഗവർണർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി ഗവർണർക്ക് അനുമതി കൊടുക്കുക, അത്തരം നീക്കങ്ങളിലേക്ക് പോകും. അത് സർക്കാർ താഴെ വീഴും. ഇപ്പോൾ DK ശിവകുമാറിന് മുമ്പിലുള്ള ഒരേ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ധ്രുവ് റാഠിയുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടല്ലോ, ഡിക്റ്റേറ്റർഷിപ്പ്. അതിൽ ധ്രുവ് റാഠി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മാത്രം ചെലവഴിച്ച തുക, തെരഞ്ഞെടുപ്പ് എക്സ്പെൻസായിട്ട് ചെലവഴിച്ച തുക 27,500 കോടി രൂപയാണ്. ഈ 27,500 കോടി നമ്മൾ 2019 ടോട്ടൽ എല്ലാ പാർട്ടികളും കൂടി ഇന്ത്യയിൽ ചെലവഴിച്ച തുക 55,000 കോടിയാണ്. നമ്മുടെ ബഡ്ജറ്റ്, ഇന്ത്യയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ആലോചിക്കുക. 55,000 കോടി രൂപയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഇന്ത്യയിൽ ചെലവഴിച്ചത്. അതിൽ പകുതിയും 27,000 കോടി രൂപ, 27,500 കോടി രൂപ BJP ഒറ്റയ്ക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കാണ്, അതല്ലാത്ത കണക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ 27,500 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ മാത്രം അവർ ചെലവഴിച്ച തുകയാണത്. അതിനുശേഷം ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുക ഏതാണ്ട് 10,000 കോടി രൂപ മാത്രമാണെന്നാണ് പറയുന്നത്, ഇലക്ട്രൽ ബോണ്ട് വഴി. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി 10,000 കോടി രൂപ സമാഹരിച്ചു. ഒരു ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ മാത്രം 27,000 കോടി രൂപ BJP ചെലവഴിച്ചുവെങ്കിൽ ക്യാൻ യു ഇമാജിൻ എത്ര പണമാണ് അവർ ഹോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ആലോചിച്ചു. ഇത്രയും പണമുള്ളൊരു പാർട്ടിക്ക് ഏത് സംസ്ഥാന സർക്കാരുകൾ വീഴ്ത്താനാണ് പറ്റാത്തതെന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. കാരണം ഈ പണം, ഈ 27,000 കോടി രൂപ ആകെ 545 ലോക്സഭാ സീറ്റുകളിൽ എത്ര കോടി വെച്ച് ചെലവഴിച്ചാലാണ് 27,000 കോടി ചിലവാകുമെന്ന് ആലോചിക്കുക. ബാക്കിയുള്ള തുക എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വോട്ടർമാർക്ക് കൊടുക്കാൻ വേണ്ടി എത്ര തുക ചിലവഴിച്ചിട്ടുണ്ടാവും? അങ്ങനെ അത്രയും എനോമസ് മണി കയ്യിലുള്ളൊരു പാർട്ടിക്ക് ഏത് സർക്കാരിനാണ് വീഴ്ത്താൻ കഴിയാത്തത്? അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേ തന്ത്രം ഇപ്പോൾ കർണാടകയിൽ ഇതേ പ്രശ്നം ഉണ്ടായി. കർണാടകയിൽ JDS-ന് ഒരു ക്യാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അയാൾ തോറ്റുപോയി. ഇന്ന് മാത്രമല്ല, BJP-യുടെ 2 MLA കോൺഗ്രസ് വോട്ട് ചെയ്തു കർണാടകയിൽ. അവർ മുമ്പ് കോൺഗ്രസ്സുകാരായിരുന്നിട്ട് ഒരു 15 പേര് ചാടിച്ചുകൊണ്ട് പോയല്ലോ, ഓപ്പറേഷൻ കമലിൽ ചാടിച്ചുകൊണ്ട് പോയ അതിൽപ്പെട്ട ആൾക്കാരാണ് അവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുകയാണ്. ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അപകടം ഏത് സംസ്ഥാന സർക്കാരുകളെയും വീഴ്ത്താനും, ഇപ്പോൾ JDU-വിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ MLA-മാരെ വിലക്കെടുക്കാനോ കഴിയുന്ന വിധം പണം കൈവശം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയോട് ആരും മത്സരിച്ച് ജയിക്കാനാണ്? ഏത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? 2019 27,000 കോടി രൂപ കണക്കിൽ കാണിച്ച് BJP ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ 2024 അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? അത്തരം ശക്തിമത്തായ ഒരു പാർട്ടിയോടാണ്, അത്രയും പണം കൈവശമുള്ളൊരു പാർട്ടിയോടാണ് ഈ ദുർബലമായ ഇന്ത്യ സഖ്യം മത്സരിക്കുന്നത് ഓർക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതീക്ഷ എനിക്കും തോന്നുന്നില്ല.
ഓക്കെ ദിവസം ഇപ്പോൾ ഹിമാചലിൻ്റെ കാര്യം വിട്ടാൽ തന്നെ ടോട്ടലി കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണോ ഇത്? മൊറലിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ ഇതിലിപ്പോൾ പറഞ്ഞ ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ച് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്പർ തികക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനേറ്റവും അധികം ഉപയോഗപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് മസിൽ പവർ, മണി പവർ. ഇത് രണ്ടുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ സവിശേഷമായിട്ട്. നമുക്ക് അറിയാമല്ലോ, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന പരിപാടി എന്താണ്? MLA റിസോർട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ മേടിച്ച് വെക്കുന്നു. ഒരു ഹങ് അസംബ്ലിയാണ് ഒരിടത്ത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ചെറിയ ഫ്രജൈൽ മാർജിൻസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ MLA റിസോർട്ടിലേക്ക് മാറ്റി വെക്കുന്നു, കൊണ്ട് കിടത്തുന്നു, അവരുടെ മൊബൈൽ ഫോൺ മേടിച്ച് വെക്കുന്നു. ആലോചിച്ച് നോക്കുക, MLA മൊബൈൽ ഫോൺ മേടിച്ച് വെക്കുന്നു. ഇങ്ങനെ MLA ഇപ്പോൾ UP MLA തട്ടിക്കൊണ്ടുപോയി. അല്ല, ഹിമാചൽ പ്രദേശ് തന്നെ ഈ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഹരിയാനയുടെ പോലീസും CRPF വന്ന് ഞങ്ങളുടെ MLA തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ചു, മറ്റൊരു സംസ്ഥാനത്തിൻ്റെ പോലീസ് വന്ന് ഞങ്ങളുടെ MLA തട്ടിക്കൊണ്ടുപോയി എന്നൊരു മുഖ്യമന്ത്രി പറയുക. ഇങ്ങനെയൊക്കെയാണ് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം. അതിനകത്ത് സ്മാർട്ട്നെസ്, പണം, ഇതുള്ള ആളുകൾ വിജയിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമുണ്ട്. സ്മാർട്ട്നെസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമായ മെഷീനറി ഉണ്ട്, എല്ലാ നിലക്കുള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്, ED ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, കൂടാതെ ഗംഭീരമായുള്ള സംഘടനാ മെഷീനറി ഉണ്ട്. കാര്യങ്ങൾ ഭദ്രമായി സൂക്ഷ്മമായി കൊണ്ടുപോകാൻ പറ്റും. അതിന് പറ്റിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗോവ ഇലക്ഷൻ നമ്മൾ കണ്ടല്ലോ, ഭൂരിപക്ഷം കിട്ടിയത് കോൺഗ്രസ്സിന്, ഭരിക്കുന്നത് BJP. നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞില്ലേ 35 സീറ്റ് കിട്ടിയാൽ ഞാൻ ഭരിക്കും എന്ന് പറഞ്ഞില്ലേ? അത് ചുമ്മാ പറയുമല്ല, അതാണ് പരിപാടി. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ പവർ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ നിശ്ചയമായിട്ടും വിജയിക്കും, മുന്നോട്ട് പോകും. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നേരെ തിരിച്ചാണ്. ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വിയാണ് അവിടുത്തെ കാൻഡിഡേറ്റ്, ഹിമാചൽ പ്രദേശിലെ കാൻഡിഡേറ്റ്. നോക്കൂ, അവിടെ ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വി അവിടെ കെട്ടിയിറക്കുകയാണ്. അങ്ങനെ അവിടുത്തുകാരനല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അധികാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളൊക്കെ അധികാരം ഉണ്ടായിരുന്ന കാലത്ത് ഈ സീനിയർ ലീഡേഴ്സിനെയും അടുത്തൂൺ പറ്റിയ ആളുകളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. ഗവർണറായിട്ട് അയക്കാം, അല്ലെങ്കിൽ പലതരം പരിപാടി. അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യസഭാ സീറ്റ് കൊടുക്കുക. ഇപ്പോൾ അജയ് മാക്കനാണ് കർണാടകത്തിലൊരു രാജ്യസഭാ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അഭിഷേക് സിംഗ് മനുവിന് ഇവിടെ കൊടുക്കുന്നു, ഹിമാചൽ പ്രദേശ് കൊടുക്കുന്നു. സോണിയാഗാന്ധി രാജസ്ഥാനിൽ പോയിട്ട് മത്സരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഭിഷേകിന് ഹിമാചൽ സീറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെയുള്ള നേതാക്കന്മാർ ഉടക്ക് വെക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ കൂടെയാണ് ഇവർ കേട്ടോ. അപ്പോൾ ഈ നൂലിൽ കെട്ടിയിറങ്ങുന്ന സോണിയാഗാന്ധി അഡ്മിറ്റില്ല. അതിന് ന്യായമുണ്ട്. കാരണം അവരുടെ സംസ്ഥാനത്ത് അവർക്ക് അർഹതപ്പെട്ടൊരു സീറ്റ് പുറത്തുനിന്നുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ ബഹളം ഉണ്ടാക്കും. അതിനെ ആ സമയത്ത് ഇറങ്ങിയിട്ട് ആനന്ദ് ശർമ്മ അവിടെ നിന്നുള്ള നേതാവാണ്, ഹിമാചലിൽ നിന്നുള്ള. പക്ഷെ അദ്ദേഹം മറ്റേ ഗ്രൂപ്പ് 24 പെട്ട ആളാണ്. അപ്പോൾ ആ സമയം കണ്ടിറങ്ങി കളിക്കാൻ ഉള്ള സ്മാർട്ട്നെസ് BJP കാണിച്ചു. ഇതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം. അപ്പോൾ അതിൽ ഇപ്പം BJPയുടെ കയ്യിലാണ് ഈ സംവിധാനങ്ങളൊക്കെ. കോൺഗ്രസ് നന്നായിട്ട് വേർക്കേണ്ടി വരും. ആ ഒരു കളിയിൽ BJPയോട് ജയിച്ച് കയറുവാൻ നന്നായി വേർക്കേണ്ടി വരും. പണവും അധികാരവും അടക്കമുള്ള സർവ്വ സംവിധാനങ്ങളുണ്ട് അപ്പുറത്ത്. അപ്പോൾ പാടാണ് ഇപ്പുറത്ത് നിൽക്കാൻ. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.